ഇപ്പോൾ സുരേഷ് ഗോപി ചുമതല ഏൽക്കുകയാണ്. ഓഫീസിലെത്തി, വകുപ്പിലെത്തി ചുമതല ഏൽക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. अभी नहीं, मुझे और एक मिनिस्ट्री में जाना है. उसके बाद में करेंगे. ओके क्विकीज. पेट्रोलियम मिनिस्टर के तौर पर अभी आपने ऑफिस में कार्यभार संभाला, क्या प्रायोरिटी आपका रहने वाला है? प्रायोरिटी ये सब मुझे नया है, ये मिनिस्ट्री. मैंने I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to, and what kind of a load he's put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I've had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow before them. Thank you all very much. You gave me this opportunity. Thank you. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, എപ്പോഴാണ് സുരേഷ് ഗോപി ചുമതല ഏൽക്കാനായി അവിടെ എത്തിയത്? തുടർന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നുപോയത്? ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ ചുമതല ഏൽക്കാൻ, ജോർജ് കുര്യൻ. അദ്ദേഹം എപ്പോഴാണ് ചുമതല ഏൽക്കുക? തീർച്ചയായിട്ടും അല്പം മുൻപാണ് ഇവിടെ ഡൽഹിയിലെ ശാസ്ത്രി ഭവനിലുള്ള പെട്രോളിയം മന്ത്രാലയത്തിലെത്തി അദ്ദേഹം പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് സഹമന്ത്രിയെ ചുമതലയേറ്റത്. അദ്ദേഹം ഇതിനോടകം തന്നെ ഒപ്പിട്ടിരിക്കുന്നു. തൃശ്ശൂരിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നന്ദി കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി സേവിക്കുന്നത് തുടരും, കേരളത്തിനടക്കം വലിയ രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരും, സേവനങ്ങൾ തുടരും. അതിൽ തൃശ്ശൂർ വഹിച്ച ഒരു പങ്ക് വലുതാണ്. തൃശ്ശൂരുകാർക്ക് വലിയ രീതിയിൽ നന്ദി പറയുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹം ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലേക്ക് എത്തിയതും അവിടെ എത്തി അദ്ദേഹം പെട്രോളിയം മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയെ ചുമതല ഏറ്റതും അതിനുശേഷമുള്ള പ്രതികരണമായിരുന്നു ഇപ്പോൾ കേട്ടത്. ജോർജ് കുര്യൻ ഏകദേശം 10 മണിക്ക് ശേഷം തന്നെ ചുമതലയേക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മൃഗസംരക്ഷണം, ഫിഷറീസ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വികസന സഹമന്ത്രിയായിട്ടാണ് ജോർജ് കുര്യന്റെ വകുപ്പുകളുള്ളത്. അദ്ദേഹം സമയത്തിനകം ഏകദേശം 10 മണിയോടുകൂടി തന്നെ അദ്ദേഹം ചുമതല ഏൽക്കാനായി എത്തുമെന്നുള്ള കാര്യമാണ്. നിലവിലെന്തായാലും സുരേഷ് ഗോപി ഇവിടെ നിന്നും പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിൽ നിന്നും ഇവിടെ ശാസ്ത്രി ഭവനിലുള്ള മന്ത്രാലയത്തിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ മാറിയുള്ള ട്രാൻസ്പോർട്ട് ഭവനിലെത്തി അദ്ദേഹം ടൂറിസം സഹമന്ത്രിയായി കൂടി അധികാരം ഏൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാരിൽ ഒരാൾ തൃശ്ശൂരിൽ നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് ജയിക്കുന്ന സുരേഷ് ഗോപി പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് സഹമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. ശരി അർജുൻ.